ജനപ്രതിനിധികളെ, ജനാധിപത്യ വിശ്വാസികളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ട ഫണ്ട് വിഹിതത്തിൽ വരുത്തിയിട്ടുള്ള കുറവ്, അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാനത്തുടനീളം വിവിധ താലൂക്കുകളിലേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അടിസ്ഥാനപരമായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രാമീണ വികസനം, അതുപോലെ തന്നെ ജലസേചനം ഉൾപ്പെടെയുള്ള കുടിവെള്ളം, അങ്ങനെ അടിസ്ഥാനപരമായ ശുചിത്വം ഉൾപ്പെടെ അടിസ്ഥാനപരമായ കാര്യങ്ങള്, ഗ്രാമീണ റോഡുകളുടെ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ലഭ്യമാകേണ്ട ഫണ്ടിൽ വരുത്തുന്ന കുറവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ താളം തെറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ വൃത്തങ്ങൾ, അതുവഴി തദ്ദേശ സ്ഥാപനങ്ങൾ നൽകി വരുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകൾ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, ആ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വീൽ ചെയറുകൾ, ഡയപ്പറുകൾ, ആന്റിസെപ്റ്റിക് സൊല്യൂഷനുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം നേരെ പകുതിയിൽ താഴെയായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പുതിയ സർക്കാർ വന്നിട്ട് ഇതുപോലെ തദ്ദേശ സ്ഥാപനം അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സാധാരണ തരത്തിൽ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്ന തരത്തിൽ ഇതുപോലെയുള്ള പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ താളം തെറ്റും, ഇങ്ങനെ ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ നിലപാടും സ്വീകരിക്കാതെ ഫണ്ട് വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതത്തിന് വഴിമാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കെടുകാര്യസ്ഥതകളുടെ തുടർച്ചയാണെന്നാണ് നമ്മൾ പറയുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തെറ്റായ സമീപനങ്ങളുടെ തുടർച്ചയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ ചില വാഗ്ദാനങ്ങൾ അത് പ്രായോഗികമാണോ എന്ന് പോലും പരിശോധിക്കാതെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക ബാധ്യതയെ പറയുമ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ ഒരു ആയുഷ്കാലം മുഴുവൻ വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ പ്രത്യാഘാതങ്ങൾ സമസ്ത മേഖലകളിലും പ്രതിഫലിക്കപ്പെടും. ഇവിടെ പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ഓരോ മേഖലകളിൽ നമുക്ക് കാണാം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2500 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ 13,000 കോടി രൂപയ്ക്ക് വിദേശ കുത്തകകൾക്ക് സംസ്ഥാന സർക്കാർ അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ 49% ഓഹരി കൈമാറുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് സംസ്ഥാനത്തിന്റെ ഭരണം പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഓരോ മേഖലകളിലും പരിശോധിക്കുമ്പോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായിട്ടല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിലപാടുകളും ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഓരോ വർഷവും ജില്ലാ ആസൂത്രണ സമിതി കൂടിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള അതുപോലെ തന്നെ ബഡ്ജറ്റ് ആസൂത്രണം ഇതൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊണ്ട് ഇത്തരം നടപടിക്രമങ്ങളൊക്കെ കേരളത്തിലെ മിക്ക ജില്ലകളിലും പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത്, സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതത്തിൽ നിങ്ങൾ വരുത്തുന്ന കുറവുകൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോ ആളുകളെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഗ്രാമീണ വികസന സർക്കാരിന്റെ കാലത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ഗഡു, അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ഗഡു ഒക്കെ
ചെലവഴിക്കേണ്ട സമയമായിട്ടും അതിലൊക്കെ വേണ്ടത്ര കാര്യക്ഷമമായ ഇടപെടൽ നടക്കാതെ പോകുമ്പോൾ അതൊക്കെയും തന്നെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ തിരുത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി തെറ്റായ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. ജനങ്ങൾ തെരുവിലേക്കിറങ്ങും. അത്തരം പ്രതിഷേധങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധ അവസാനിക്കും.